നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. പുനർജന്മ പുണ്യം തേടി പുനർജനി നൂഴാൻ ആയിരങ്ങൾ വില്ലുവാമലയിൽ. പാപമോക്ഷം ലഭിക്കാനായി തിരുവല്ലാമലയിലെ പുനർജനി നൂഴാനെത്തിയത് ആയിരക്കണക്കിന് ഭക്തർ. ഗുരുവായൂർ ഏകാദശി നാളിൽ വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസം നടക്കുന്ന പുനർജനി നൂഴൽ ചടങ്ങ് ചരിത്ര പ്രസിദ്ധമാണ്. പുലർച്ചെ തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്ര മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ ഗുഹാമുഖത്തെത്തി പൂജ നടത്തിയതിനു ശേഷമാണ് ഗുഹ നൂഴൽ നടന്നത്. പാറപ്പുറത്ത് ചന്തു തന്നെ ഇത്തവണയും പുനർജനി ഗുഹ നൂണ് ചരിത്രം കുറിച്ചു. ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ കിഴക്കുമാറിയാണ് അത്ഭുതമായ പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരശുരാമൻ 21 വട്ടം നിഗ്രഹം ചെയ്ത ക്ഷത്രിയരുടെ പ്രേതങ്ങൾക്ക് വീണ്ടും ജന്മമെടുത്ത് പാപമൊടുക്കി മുക്തി നേടാൻ കഴിയില്ല എന്നതിനാൽ ദേവഗുരു ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമാവിനാൽ പണി കഴിപ്പിച്ചതാണ് പുനർജനി ഗുഹ എന്നതാണ് ഐതിഹ്യം. പ്രേതാത്മാക്കൾ ഓരോ പ്രാവശ്യവും ഗുഹ നൂഴുമ്പോഴും ഓരോ ജന്മത്തെ പാപം നയിക്കുന്നു. അതിനെ നിരന്തരമായ നൂഴലിലൂടെ ജന്മജന്മാർജിത പാപമൊടുക്കി മുക്തി ലഭിക്കും. കേരളത്തിലെ പ്രത്യേക ചരിത്രപ്രസിദ്ധമായ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഏകാദശിയുടെ അതേ ദിവസമാണ് ഏറ്റവും ചരിത്രപ്രസിദ്ധമായ തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പുനർജനി നുഴയൽ. പുനർജനി നുഴയൽ ഇന്ന് കൃത്യം 5:30 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ അധികാരികൾ എന്ന നിലയ്ക്ക് 9-ാം തീയതി മിനിഞ്ഞാന്ന് ഞങ്ങൾ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർക്കുകയും അവരുടെ ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് സന്നദ്ധ സജ്ജമായി തന്നെ അവിടെയുണ്ട്, പോലീസിന്റെ സേവനമുണ്ട്, അതുപോലെ തന്നെ ഹെൽത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ സേവനമുണ്ട്. പഞ്ചായത്ത് വളരെ ജാഗ്രതാപൂർണമായ നിലയിൽ അവിടെ ആ എല്ലാ ആവശ്യങ്ങൾക്കും മുന്നിലുണ്ട്. പഞ്ചായത്തിനോട് ഞങ്ങൾ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏതൊരു ക്രൗഡിന്റെയും ഉപോൽപ്പന്നം എന്ന് പറയുന്നത് മാലിന്യമാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് നിഷ്കർഷിച്ചതിന്റെ ഭാഗമായി ഹരിതകർമ്മ സേന വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങോട്ടുള്ള പുനർജനി നുഴയിൽ പുനർജനി ഗുഹാമുഖത്തേക്കുള്ള പാത വെട്ടി വൃത്തിയാക്കുന്ന പ്രക്രിയ നടത്തിയത്. വളരെ ഭംഗിയായിട്ട് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഏറെ ഭക്തി സാന്ദ്രമായി ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പുനർജനി നുഴഞ്ഞു പോകുന്നവർക്ക് മനസ്സിൽ ഒരു അനുഭവമാവും ഇപ്രാവശ്യത്തെ 2024 പുനർജനി നുഴയൽ. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ സാന്നിധ്യം വരുത്തിയാണ് വിശ്വകർമാവ് ഗുഹാമുഖം പണി ആരംഭിച്ചത്. ഐരാവതത്തിലേറി ദേവേന്ദ്രനും മറ്റെല്ലാ ദേവന്മാരും പുനർജനിയുടെ നിർമ്മാണ പ്രക്രിയയ്ക്ക് സാന്നിധ്യം വഹിക്കാൻ എത്തിയെന്നാണ് ഐതിഹ്യം. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ ഇന്ന് ക്ഷേത്രനഗരിയായ തിരുവല്ലാമലയിൽ പുനർജനി നൂഴൽ രാവിലെ 5:30 മണിക്ക് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസം, ഈ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസം പുനർജനി നൂഴുക എന്ന് പറയുന്നത് ഭക്തജനങ്ങൾ അങ്ങേയറ്റം ഉത്സാഹത്തോടു കൂടി ചെയ്തു വരുന്ന ഒരു സംഗതിയാണ്. അതിനകത്ത് തികച്ചൊരു ഐതിഹ്യം കൂടിയുണ്ട്. ശ്രീ പരശുരാമൻ 21 വട്ടം നിഗ്രഹം ചെയ്ത ക്ഷത്രിയന്മാർ അവർക്ക് വീണ്ടും ജന്മമെടുത്ത് പാവങ്ങളൊക്കെ ഒടുക്കി മോക്ഷപ്രാപ്തി നേടുന്നുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം ഒരു പുനർജനി ഗുഹ നിർമ്മിക്കുകയായിരുന്നു. അത് വിശ്വകർമാവിനാലാണ് ആ പുനർജനി ഗുഹ നിർമ്മിക്കപ്പെട്ടത്. അത് നമ്മുടെ ത്രിമൂർത്തികളായിട്ടുള്ള ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ സാന്നിധ്യത്തിലാണ് പുനർജനി ഗുഹയുടെ നിർമ്മാണം ആരംഭിച്ചത്. ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള സകല ദേവന്മാരുടെയും സാന്നിധ്യവും അതിനുണ്ടായിരുന്നു. ഗുഹയുടെ നിർമ്മാണം അവസാനിച്ചു കഴിഞ്ഞിട്ട് ദേവന്മാരും ബ്രാഹ്മണന്മാരും ഉൾപ്പെടെയുള്ളവർ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസമാണ് ഈ ഗുഹ നൂഴാൻ തുടങ്ങിയത്.
അപ്പോൾ ആ ദിവസം ഈ പുനർജനി നൂഴുക എന്നുള്ളത് അങ്ങേയറ്റം പവിത്രമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് ആൾക്കാർ കാണുന്നത് കൊണ്ടാണ് ആ ദിവസം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ പുനർജനി ഗുഹ നൂഴൽ നടക്കുന്നത്. മറ്റു ദിവസങ്ങളിൽ പുനർജനി നൂഴുക എന്ന് പറയുന്നത് പ്രേതങ്ങളാണെന്നാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് ഈ ദിവസം ഇങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും പവിത്രമായിട്ടുള്ള ഈ ചടങ്ങിന് വളരെ വിപുലമായ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. പുനർജനി ഗുഹ നൂഴാൻ എത്തുന്നവർക്ക് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ ക്ഷേത്രത്തിൽ രാവിലെ മേളത്തോടു കൂടിയ ശീവേലിയും ഗുഹാമുഖത്തെത്തുന്ന ഭക്തജനങ്ങൾക്കും മറ്റും ദേവസ്വം ബോർഡും സേവാഭാരതിയും ലഘുഭക്ഷണവും കുടിവെള്ളവും ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെയും ഫയർഫോഴ്സും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സേവനത്തിനായി എത്തിയിരുന്നു. പുനർജനി നൂഴൽ ചടങ്ങ് രാത്രി വരെയും നീണ്ടുനിന്നു. ഗുരുവായൂർ ഏകാദശി ദിവസം തന്നെയാണ് തിരുവല്ലാമല പുനർജനി നൂഴുന്ന ചടങ്ങ് നടക്കുന്നത്. കാലങ്ങളായി ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഒരു ജന്മത്തെ പാപം ഇല്ലാതാവുന്ന വിശ്വാസമാണ്. എന്തായാലും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ ഈ പുണ്യദിനത്തിൽ എത്തുന്നത്. ഏറ്റവും മഹത്തായ മനസമാധാനം ലഭിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടുത്തെ പുനർജനി നൂഴൽ. CCV ന്യൂസ്, തിരുവല്ലോമല.